ഈ ഫിഫയിലെ ഏറ്റവും വലിയ ടാസ്ക് കഴിഞ്ഞിരിക്കുകയും ഇനി നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ ടാസ്ക് കഴിഞ്ഞപ്പം നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തായിരുന്നു ആരും പുറത്തു പോയില്ല എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യർ പുറത്തു പോയില്ല. അനുമോൾ ഈ ടാസ്ക് തൂക്കി എന്ന് തന്നെ പറയാം. അനുമോൾ 1,40,000 രൂപയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അക്ബർ 60,000 രൂപയും ആദില വെറും 20,000 രൂപയുമാണ് ഈ ടാസ്കിൽ നിന്ന് നേടിയത്. ബിഗ് ബോസ് പറയുന്നു ധൈര്യപൂർവ്വം 3 പേർക്ക് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വരാം. കാരണം ഈ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് 4 ലക്ഷം രൂപ പുറത്തൊരു കാറിൽ വെച്ചിട്ടുണ്ട്. അത് പോയി എടുക്കുക. അത് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാം. പക്ഷേ 1 മിനിറ്റ് സമയമേ ഉള്ളൂ. ഇതിനുള്ളിൽ നിങ്ങൾ അകത്ത് കയറിയില്ലെങ്കിൽ ആ വ്യക്തി പുറത്തു പോകും. ഏതായാലും ധൈര്യപൂർവ്വം ഇവർ 3 പേര് ഏറ്റെടുക്കുകയായിരുന്നു ഈ ടാസ്ക്. ആദില, അതുപോലെ അനുമോള്, അക്ബർ, ഇവർ 3 പേരും ധൈര്യപൂർവ്വം ഏറ്റെടുത്തു. ഫാബുമോനൊക്കെ അവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇവർ 3 പേരും പുറത്തു പോവുകയാണ്. അതിനു മുമ്പ് തന്നെ ഇവർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. പുറകിൽ നീ നോക്ക്, നടുക്ക് ഒരാൾ, ഫ്രണ്ടിൽ വേറെ ഒരാൾ, അങ്ങനെ ആ രീതിയിലാണ് ഇവർ പ്ലാൻ തയ്യാറാക്കുന്നത്. കിട്ടുന്ന കാശ് തുല്യമായിട്ട് വീതിച്ചെടുക്കുക എന്നുള്ളതാണ്. 4 ലക്ഷമാണ് അകത്ത് പുറത്ത് വെച്ചിരുന്നത്. അത് 2,20,000 ഇവർ സ്വന്തമാക്കുന്നു. അവർ തുല്യമായിട്ട് വീതിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്ത് സംഭവിക്കുമോ എന്തോ നമുക്കറിയില്ല. ഏതായാലും ടാസ്ക് അവസാനിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുമോൾ 1,40,000 രൂപ 7 കെട്ടാണ് എടുത്തു മാറ്റിയത്. അക്ബറിന് 3 കെട്ട് കിട്ടി, 20,000-ൻ്റെയാണ്. അങ്ങനെ 60,000. അതിലേക്ക് 1 കെട്ട് മാത്രമേ സ്വന്തമാക്കാൻ പറ്റിയുള്ളൂ. അങ്ങനെ ഗംഭീര ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇവരുടെ ധൈര്യം ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇത് 1 മിനിറ്റുള്ളിൽ അകത്ത് കടന്നില്ലെങ്കിൽ പുറത്തു പോകും എന്ന് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞതാണ്. പക്ഷേ ആ ധൈര്യപൂർവ്വം അത് ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടം അത് സമ്മതിച്ചേ പറ്റൂ. മികച്ച പ്രകടനം തന്നെയാണ് എല്ലാവരും കാഴ്ചവെച്ചത്. നമുക്ക് ഈ ടാസ്ക് കണ്ടപ്പം ഒരു ഗംഭീര ടാസ്ക്കായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ കണ്ട ഏറ്റവും ഗംഭീര ടാസ്ക് തന്നെയായിരുന്നു ഇന്ന് നടന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ പുതിയ ടാസ്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാത്തിരുന്ന് കാണാം.